നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് പഫ് സ്ലീവിന് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പഫ് സ്ലീവാണ്. അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ മാത്രം പഫ് വന്നിട്ട് താഴത്തേക്ക് നോർമൽ സ്ലീവ് വരുന്ന പോലെ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമൽ സ്ലീവ് ഡ്രാഫ്റ്റ് ചെയ്യാം. ഈ ഡ്രാഫ്റ്റിങ്ങിൻ്റെത് ഞാൻ പേജിൽ ഇട്ടിട്ടുണ്ട്, കയറി നോക്കിയാൽ മതിയാവും. ലിങ്ക് ഞാൻ താഴത്ത് കൊടുത്തേക്കാം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന്, ഈ ടിപ്പിൽ നിന്നിട്ട് നമ്മൾ മുകളിലേക്കൊരു 3 ഇഞ്ചോ ഒരു 2.5 ഇഞ്ചോ, അതായത് നിങ്ങൾക്ക് നല്ല പഫ് വേണമെങ്കിൽ, നല്ല രീതിയിൽ അത് പൊങ്ങിയിരിക്കണമെങ്കിൽ ഒരു 3 ഇഞ്ച് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ ഒരു 2.5. ഞാനിവിടെ ഒരു 2.5 കൊടുക്കുന്നുള്ളൂ കേട്ടോ. 2.5 മതിയാവും. 2.25 ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ഇത് ഓൺ ഫോൾഡാണ്, മറക്കരുത്. ഇവിടെയാണ് തയ്യൽ തുമ്പ് വരുന്നത്. ഇവിടെ നമ്മൾ ആം ഹോൾ ഡ്രാഫ്റ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് ചെയ്യണം. നമ്മുടെ ഇവിടുത്തെ ആം ഹോളില്ലേ, ഈ ആം ഹോളിലേക്ക് ഇതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഓക്കെ. അയ്യോ, ഇവിടെ ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷേപ്പ് ചെയ്തെടുക്കണം. ഇതാണ് പാറ്റേൺ വരുന്നത്, പഫ് സ്ലീവിൻ്റെ പാറ്റേൺ വരുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിൻ്റെയും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം ഇത് ബാക്കിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൻ്റെയും നമ്മൾ അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്യുന്നത് കുറച്ച് ലാഗാണ്, കാരണം ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടും ഒരേ ലെവലിൽ നിൽക്കണമല്ലോ. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു പാറ്റേൺ വരും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഇത് ഫ്രണ്ട് ആം ഹോളിൻ്റെത്, ഇത് ബാക്ക് ആം ഹോളിൻ്റെത്. ഓക്കെ. അപ്പോൾ ഇതാണ് എന്ത്, പഫ് സ്ലീവിൻ്റെ പാറ്റേൺസ്. and ഇവിടെ ഒരു ചെറിയൊരു കർവിങ് വന്നിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ് ആൻഡ് ഇത് ബാക്ക് പോർഷനാണ്. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അകത്ത് സീം അലവൻസ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കൂർത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ സിമ്പിളൊരു പഫ് സ്ലീവ്.